എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നാടൻ കൊഴുക്കട്ട നല്ല അടിപൊളിയായിട്ട് നല്ല രുചികരമായിട്ട് നമുക്കിന്ന് ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ഞാനിവിടെ കൊഴുക്കട്ട ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് നമ്മൾ നൂൽപുട്ട്, വെള്ളപ്പം, പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടി ഉണ്ടല്ലോ, അതിൽ 2.5 കപ്പ് പൊടി ഞാൻ വറുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിനി നന്നായിട്ടൊന്ന് നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴക്കണ പോലെ കുഴച്ചിട്ടെടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് പൊടിക്ക് ഞാൻ 2.5 കപ്പ് വെള്ളം തിളപ്പിക്കുകയാണ്. പൊടി നമ്മൾ എത്ര എടുക്കണോ അത്രയ്ക്ക് അനുസരിച്ച് വെള്ളം എടുക്കുക. ഞാനിവിടെ 2.5 കപ്പ് വെള്ളം. പാകത്തിന് നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലൊരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക, എന്ന് വെച്ചാൽ നല്ല ജീരകം. ജീരകം എന്തിനായിട്ടെന്നറിയോ? വെള്ളത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ വെള്ളത്തിലല്ലേ മാവ് കുഴയ്ക്കുക. അപ്പോൾ അതിലൊക്കെ മാവിലൊക്കെ ഇത് ജീരകത്തിൻ്റെ മണം അലിയുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ട് കത്തിച്ച് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിത് ഇറക്കിയെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ 2.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇടുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കാം. മുഴുവൻ വെള്ളം ഒഴിച്ച് കുഴക്കരുത്, കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം. അത് ചില മാവിന് കുറച്ച് വെള്ളമാണ് വേണ്ടത്, ചിലതിന് തോനെ വെള്ളം വേണം. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം തിളപ്പിച്ച് 1.5 കപ്പും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ച് ആ ചൂടോടെ തന്നെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ മാവ് പകുതി വേവും. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ നല്ലൊരു സുഖം ഉണ്ടാവും. നന്നായിട്ട് നൂൽപുട്ടിനൊക്കെ കുഴച്ചെടുക്കണ പോലെ നമുക്ക് കുഴച്ചെടുക്കട്ടെ. ചെറിയ ചൂടുണ്ട്, ആ ചൂടോടെ കുഴച്ചാൽ മാവ് ഒട്ടിക്കിട്ടുക. ഇനി നമുക്ക് കുഴച്ചെടുക്കാം. ഇതേപോലെ കുഴക്കണേ. ഇതിപ്പോൾ നമ്മൾ കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ ചട്ടി ചൂടായ അതിൽ നമുക്കൊരു 1/2 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലൊരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊള്ളി വന്നാൽ കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറുത്ത മുന്തിരിയാണ്. ഏത് മുന്തിരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. മുന്തിരി നന്നായിട്ടൊന്ന് വീർത്ത് വരട്ടി എല്ലാതും. ഇപ്പം മുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇട്ടെടുക്കാം. ഞാനിതിൽ 2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടാവട്ടെ തേങ്ങ. തേങ്ങ ഇത് ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് പാനിയാക്കി തരിച്ച് വെച്ചതാണ്, ഇതിൽ ഒഴിച്ചു കൊടുക്കുക. അതാ ഉള്ളിലുമൊക്കെ ഇരിക്കണം. ഞാനിവിടെ ശർക്കര എടുത്തിട്ടുള്ളത് പൊടിച്ചിട്ട് 2 കപ്പ് ശർക്കര എടുത്ത് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കി തരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഇനി ശർക്കര വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്. ഇതൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു 1/4 കപ്പ് അവലിട്ട് കൊടുക്കാം. ഇതിൽ അവലിടണമെന്ന് നിർബന്ധമൊന്നുമില്ല,
വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇത് ഇട്ടാൽ എന്തുണ്ട് വെച്ചിട്ടാ ഒരു നല്ല ടേസ്റ്റും കിട്ടും, അവലിൻ്റെ പ്രത്യേക വേറെ ടേസ്റ്റും കിട്ടും. ഇത് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ ഒരു വെള്ളം പോലെ ഒരു ഇത് വരുമല്ലോ, അത് ഈ അവൽ കുടിച്ചെടുക്കുകയും ചെയ്യും. നമുക്കപ്പോൾ കൊഴുക്കട്ടയിൽ വെക്കാൻ നല്ല പാകത്തിന് കിട്ടുകയും ചെയ്യും. അതിനാണ് ഈ അവലിട്ടത്. അവലിട്ടപ്പോഴേ വെള്ളമൊക്കെ വറ്റി നല്ല കട്ടിയായി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ കൊഴുക്കട്ടയുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇറക്കി വെക്കാം. ഇത് ഒന്നുകൂടി തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയായി കിട്ടും. ഇറക്കി വെക്കാം. ഇനി നമുക്ക് കുറച്ച് മാവെടുത്തിട്ട് ഉരുട്ടി ഒരു ഉരുളയാക്കി എടുക്കാം. ഈ പെരുവിരൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വെക്കുക. ഈ കയ്യിൽ ഇങ്ങനെ വെക്കുക, വിരൽ കൊണ്ട് ഇങ്ങനെ. ഇതിപ്പോൾ 4 വശത്തും എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ വേണം വരാൻ. ഇനി നമുക്കിതിൽ കുറച്ച് മസാല വാരി വെക്കാം. ഇനി നമുക്കിത് മൂടിയെടുക്കാം. മൂടി ഇനി നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. വല്ലാതെ നെക്കി ഉരുട്ടരുത്, നെക്കിയാൽ പിന്നെ മസാലകളൊക്കെ പുറത്ത് കാണുള്ളൂ. ഇനി നമുക്ക് എല്ലാതും ഇതേപോലെ ആക്കിയെടുക്കാം. ഇവിടെ വെക്കാം. നമുക്ക് ഇനി ഇത് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. നമുക്കിതിലൊരു വാഴ ഇലയുടെ കഷ്ണം കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഓരോന്നായിട്ട് പറക്കി വെക്കാം. നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട വെച്ച് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ ആവി മേലെടുക്കാതെ നോക്കണം കേട്ടോ. അയ്യ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ചൂടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആക്കണത് കേട്ടോ. നമുക്കിതൊന്നെടുത്ത് പൊളിച്ച് നോക്കാം കേട്ടോ. ഇതാ അയ്യോ നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല രുചിയുള്ള നാടൻ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.